വിജയത്തിന് എപ്പോഴും 1000 പിതാക്കന്മാരും തോൽവി എപ്പോഴും അനാഥനുമാണ്. ഇപ്പോൾ ചരിത്രം രാമക്ഷേത്രത്തിന് മുൻപും പിൻപും എന്ന് പറഞ്ഞ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ വിജയത്തിൻ്റെ വക്താക്കളാക്കാൻ കോൺഗ്രസ്സുകാരും മുന്നോട്ട് വരുന്നു. അവർക്കറിയാം ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഈ ഇന്ത്യയുടെ ചരിത്രം ഇനി രാമക്ഷേത്രത്തിൻ്റെ കൂടെയാണ്. ആ രാമക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ ഒഴുകുന്നത് സരയുവിലാണ് ചരിത്രം ഇനി ഉദിക്കാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ശശി തരൂരിൻ്റെ ഈ അഭിപ്രായം തികച്ചും കാപട്യമാണ്, സമ്പൂർണമായ കാപട്യം. വിജയിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ ശ്രമിക്കുന്ന സാധാരണ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അവസ്ഥാ മനോഭാവം മാത്രമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ടെൻഡർ വിളിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അതെങ്ങനെയും പറഞ്ഞിട്ട് അവിടെ പ്രകടനം നടത്തുകയും സമരം നടത്തുകയും ചെയ്യുന്ന ലോക്കൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മാനസികാവസ്ഥ. വിജയിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഒരിക്കലും അവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാമജന്മഭൂമിയിൽ ആശുപത്രി വേണം, കോളേജ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊന്നും അന്നതിരെ ഇവരാരും ഒരു അക്ഷരം മിണ്ടിയിരുന്നില്ല. അതിനെതിരെയെല്ലാം ഈ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിരന്തരം നിന്നുകൊണ്ട് അതിനെയൊക്കെ പിന്തുണച്ചിരുന്ന ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം എത്ര പുസ്തകം എഴുതിയാലും, എത്ര ബ്രിട്ടീഷ് എംബസിയിൽ പോയി പാർലമെൻറ്റിൽ പോയി പ്രസംഗിച്ചാലും ആത്യന്തികമായ ഒരു കോൺഗ്രസ്സുകാരനാണ് വിജയിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ രാമജന്മഭൂമിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട RSSും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും അതിലെ കഷ്ടപ്പെട്ട് മരണം വരിച്ച കർസേവകരും സ്വയം സേവകരും അടക്കം മുന്നോട്ട് വെച്ച ആശയം വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ചരിത്രം തങ്ങൾക്ക് അനുകൂലമാണ്, ഞങ്ങളാണിത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു തങ്ങളുടെ വോട്ടിൻ്റെ രാഷ്ട്രീയം, അത് നേരത്തെ മുസ്ലിം രാഷ്ട്രീയത്തിന് മുൻപിൽ ഹമാസിൻ്റെ പ്രശ്നം പറഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കേവലമായ ഒരു രാഷ്ട്രീയക്കാരനായി അധപ്പതിച്ചിരിക്കുന്നു ശ്രീ ശശി തരൂർ എന്നതാണ് സത്യം. അതിൽ പരം ഒന്നും ഈ ചർച്ചയ്ക്കില്ല, ഈ പ്രശ്നങ്ങൾക്കില്ല. അദ്ദേഹം തൻ്റെ വോട്ട് ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് വലിയ ജനസമ്മതി ഇന്നും സംഭവിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. ആ വോട്ടിൽ കണ്ണു നട്ടുകൊണ്ട് ഒരു ശരാശരി രാഷ്ട്രീയക്കാരന് താഴെ നിന്നുകൊണ്ട് ശശി തരൂർ നടത്തിയ ഒരു ശ്രമം, അല്ലാതെ അദ്ദേഹത്തിന് മുൻപ് നടത്തിയ ആ കാര്യങ്ങൾക്കൊന്നും യാതൊരു കാര്യവുമില്ല. പിന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കും. നമുക്കറിയാം, ചിത്രയായാലും ഇന്ന് രേവതിയായാലും കേരളത്തിലെ ചില ട്വിറ്റർ ഹാൻഡിലുകൾ ആക്രമിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം ഇത് ഹൈന്ദവന് അനുകൂലമായ യാതൊരുവിധ ഒരു പ്രയാണവും ഉണ്ടാകാൻ പാടില്ല. മിനിമം കേരളത്തിലെങ്കിലും. മറ്റു സംസ്ഥാനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് CPM ഇവിടെ കിടന്ന് കാണിക്കുന്നു. നമുക്ക് മറ്റൊരു കാര്യം അറിയാമല്ലോ, എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെയാണെങ്കിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയോ SNDPയുടെ ജനറൽ സെക്രട്ടറിക്ക് ഒരു അക്ഷരം മിണ്ടാത്തത്? ഭയമുണ്ട്, ഇവർക്ക് ഭയമാണ്. ഇവർക്കറിയാം ഭയപ്പെടുത്താൻ ആരെ പറ്റും, ഭയപ്പെടുത്തിയാൽ ആര് തിരുത്തും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഒന്ന് ഭയപ്പെടുത്തി നോക്കാമെന്നുള്ള ഒരു ചെറിയ ധാരണയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഞാൻ കൈ കാണിക്കുന്ന കണ്ടു, ഒരു മിനിറ്റ് കൂടി. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഈ അരുണൊക്കെ ഇരുന്നുകൊണ്ട് ഇത്തരം വർത്താനം പറയുന്നത്. ചരിത്രത്തെക്കുറിച്ച് ആ ചരിത്ര പുസ്തകം വായിച്ചിട്ടില്ല. അഭിലാഷ് വായിച്ചാലും അത് പറയുകയുമില്ല. ഗുരുനാനാക്കിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. 1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ജനശക്തിയുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി പറഞ്ഞിരിക്കുന്നു. തുളസീദാസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ചരിത്രാതീത കാലം മുതൽ അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ഒരു നമ്മൾ കോടതിയുടെ മുമ്പിലുള്ള സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള വാദവും അതിനുശേഷം രേഖയാണല്ലോ. അതും കൂടെ ഞാൻ എടുത്തു പറഞ്ഞു. അങ്ങനെ ഹിസ്റ്റോറിക്കലി അതൊന്നും അത് നമ്മൾ ചർച്ചയ്ക്ക് ഇന്നത്തെ വിഷയം മാറിപ്പോ എവിടെ പറഞ്ഞു ശിവശങ്കർ? അതൊന്ന് വ്യക്തമാക്കൂ. അല്ല, തുളസീദാസ് എവിടെയാണ് പറഞ്ഞത്? ഏത് ഗ്രന്ഥത്തിലാണ്? അതൊന്ന് വ്യക്തമാക്കൂ. തുളസീദാസിന്റെ പേര് നിങ്ങൾ ഉപയോഗിക്കരുത്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി തുളസീദാസ് കാ സഡക് എന്നുള്ള ഏത് ഭാഗത്ത് വായിച്ചു നോക്കും. ഞാൻ പേജ് നമ്പറോട് കുറച്ചേരം കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ശരി, ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞുതരാം, ഒരു അല്പസമയം തരും, ഞാൻ അപ്പം പറഞ്ഞുതരാം, ഇത് തീരം പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രം, പിന്നെ അവിടെ ക്ഷേത്രം തകർത്താണെന്നുള്ളതിന് 100 കണക്കിന് പ്രൂഫ് ഹാസ് ബീൻ ഗിവൺ. വിഷ്ണു ഹരി ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതില്ലേ, ASI കൊടുത്ത നമ്പർ 2 ഹിന്ദു ബെൽ ഹാസ് ബീൻ ഇൻ ദ മോസ്ക് എന്ന് പറഞ്ഞ ASI കൊടുത്ത ഇതിലില്ലേ, പ്രൂഫ് നമ്പർ 3 സുപ്രീം കോടതിയുടെ ഉത്തരവ് ചരിത്രമാണല്ലോ. അത് നമുക്ക് ആർക്കും റഫർ ചെയ്യാൻ വിധി എടുത്ത് വായിക്കൂ.
ആ വിധി ചരിത്രമാണ്. മുസ്ലിം പാർട്ടി ഞാൻ പറഞ്ഞത് ഇതെല്ലാം ASIയുടെ ഡോക്യുമെന്റിലുണ്ട്. അപ്പൊ ചരിത്രമൊന്നും മാറ്റണ്ട. ഏതായാലും കോടതി ഇന്ന് രാമജന്മഭൂമി എന്നത് സത്യമായിരിക്കുന്നു. അത് കോടതി എന്താണ് പറഞ്ഞത് വിധി എന്നുള്ളത് നമ്മുടെ പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ദിവസത്തെ സുപ്രീം കോടതി ഉത്തരവ് വന്നതിന്റെ പിറ്റേ ദിവസത്തെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഹിന്ദുവിന്റെ വാർത്ത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. മിനിറ്റ് സാർ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. അല്ല, ഞാൻ അതിനകത്ത് ഇപ്പോ നമ്മൾ അങ്ങനെ ഒരു കാര്യം ഹിന്ദുവിന്റെ തന്നെ ദേശാഭിമാനി ഇല്ല സാർ. ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്യുന്ന ദേശാഭിമാനി ആരും വായിക്കാൻ. സുപ്രീം കോടതിയുടെ വിധി ഏതെങ്കിലും ഒരു പത്രത്തിൽ തെറ്റായിട്ട് അടിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി വിധി പറയാത്ത കാര്യം അടിക്കാൻ പറ്റുമോ? ഹിന്ദു ഞാൻ വായിച്ച പത്രത്തിലുള്ള വെച്ചതാണ്. എന്തൊക്കെ സുപ്രീം കോടതിയുടെ വിധി ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പത്രമല്ലാണ്ട് വേറെ ഏതെങ്കിലും വായിക്കും, ഞാൻ അംഗീകരിക്കാം. ശരി, ഏത് പത്രമായാലും സുപ്രീം കോടതിയുടെ വിധി വായിക്കാലോ. എന്തൊക്കെ സുപ്രീം കോടതി വിധിയിൽ മുസ്ലിം രണ്ടു ദിവസം മുമ്പ് മനോരമ വായിക്കട്ടെ. മനോരമയില് 4 ഘട്ടങ്ങളിലായി അവിടെയുള്ള മുസ്ലിം പള്ളിക്കേറ്റ ആഘാതം അത് വലിയ തോതിൽ നാണക്കേട് ഉണ്ടാക്കിയ കാര്യമാണ്. 1949 വിഗ്രഹം കൊണ്ടുവച്ചത് മുതൽ 1992 പള്ളി പൊളിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സുപ്രീം കോടതി വിധിയിൽ സൂചിപ്പിച്ചിട്ട് അത് മഹാമോശം കാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സുപ്രീം കോടതി വിധി, 5 അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി നമുക്ക് എടുക്കാം. പത്രമൊക്കെ വിട്. ആ 5 അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി നമുക്കറിയാലോ, അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മളിപ്പോ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇനി അത് ഒരിക്കൽ കൂടി തർക്കിച്ചു പോണോ? സുപ്രീം കോടതി അഭിലാഷേ, ഞാൻ അതിൽ പറഞ്ഞ് ASI പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ചരിത്രത്തിൽ ഇതുകൂടി ഉണ്ട്. സുപ്രീം കോടതി വിധി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ സ്ട്രക്ചറിന്റെ അടിയിൽ ഒരു അമ്പലം ഉണ്ട് എന്ന് കണ്ടല്ലോ സുപ്രീം കോടതി ആ ഉത്തരവ് എഴുതിയിട്ടുള്ളത്. ആ ബേസിസിലല്ലോ ആ ഉത്തരവ്. നമുക്ക് അറിയാവുന്ന കാര്യമല്ല. നമ്മൾ അറിയാവുന്ന കാര്യത്തിൽ പരസ്പരം തർക്കിക്കണോ? ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം സുപ്രീം കോടതി വിധി എന്താണെന്ന്. അല്ല, ഞാൻ അതല്ലല്ലോ അഭിലാഷ് പറഞ്ഞത്. അഭിലാഷ്, താങ്കൾ രാഷ്ട്രീയമായി താങ്കൾ ഒരു ഡിബേറ്റർ ആണെങ്കിൽ രാഷ്ട്രീയമായി അല്ല. അരുൺകുമാർ പറഞ്ഞപ്പോൾ അതിന് ചരിത്രപരമായി ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് ചരിത്രത്തിന്റെ പിന്തുണയുണ്ട്. ഈ പറയുന്ന ഗുരുനാനാക്കിന്റെയും തുളസിദാസിന്റെയും കൃതികളിൽ അത് ഉണ്ട് എന്ന് കൊടുത്ത ഡോക്യുമെന്റിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ചോദ്യം ചോദിക്കാൻ അഭിലാഷ്, നമ്മുടെ വിഷയം മാറിപ്പോ. ഇപ്പൊ ഇനിയിപ്പോ അഭിലാഷ്, ഞാൻ പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെയും ആളുടെ അതേ ഭാഷ കൊണ്ട് അഭിലാഷ് എന്നെ എതിർക്കുന്നത്. എനിക്ക് സമയം നിങ്ങൾ തരൂ. നിങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ വളരെ തെറ്റുകൾ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിക്കാതെ. ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. ശ്രീ ശിവശങ്കർ, ചർച്ചയാണല്ലോ. ചർച്ചയ്ക്ക് അഭിലാഷ്, ഈ ചർച്ചയിൽ ഞാൻ പറയുന്ന വാദമുഖങ്ങൾ പറയുവാൻ പോലും അംഗീകരിക്കാതെ നിരന്തരം ഇടപെടുമ്പോൾ താങ്കളല്ലേ അതിനെ എതിർക്കണ്ടേ? താങ്കൾ എന്തിനാണ് പക്ഷം ചേരുന്നത്? ഞാൻ പറഞ്ഞത് ഗുരു നാനാക്കിന്റെ പുസ്തകത്തിൽ ഇല്ല എന്ന് അങ്ങേക്ക് തെളിയിക്കാമെങ്കിൽ ഞാൻ ഈ പണി നിർത്താം. കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ തുളസിദാസിന്റെ തുളസിദാസ് കാസ് അടക്കം എന്നുള്ള പുസ്തകത്തിൽ ജീവചരിത്രങ്ങൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അല്ലല്ല, അങ്ങനെയാണോ? അപ്പോൾ അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ജീവചരിത്രമൊന്നും ചരിത്രഗ്രന്ഥമായി എടുക്കാൻ പറ്റില്ല എന്നാണോ അഭിലാഷിന്റെ അഭിപ്രായം? അല്ല, നമുക്കിപ്പോ വ്യവസ്ഥാപിത ചരിത്രം എന്ന് പറഞ്ഞാൽ തെളിവുകൾ ആവശ്യമുള്ള ചരിത്ര രചന എന്ന് പറഞ്ഞാൽ തെളിവുകളോടുകൂടി ഒരു കാര്യത്തെ സമർത്ഥിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയ നേതാക്കളുടെയോ മത നേതാക്കളുടെയോ ചരിത്ര പുരുഷന്മാരുടെയോ ജീവിതരേഖകൾ നമ്മൾ ആധികാരിക ചരിത്രമായിട്ട് എടുക്കാൻ എങ്ങനെ പറ്റുക? അതിപ്പോ ആരുടെ ജീവചരിത്രം ആയിക്കോട്ടെ, ജീവചരിത്രം അല്ല നമ്മൾ ചരിത്ര രചനയായിട്ട് കൂട്ടുന്നത്. ചരിത്രത്തിൽ തെളിവുകൾ ആവശ്യമില്ലേ? നമ്മൾ സുപ്രീം കോടതി റിപ്പോർട്ട്, സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടും സുപ്രീം കോടതി അതിന്മേൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും സുപ്രീം കോടതി വിധിയും നമ്മൾ ഇവിടെ പരാമർശിച്ചു. ശരി, ഞാൻ തർക്കം ഞാൻ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് മാറ്റാം. സുപ്രീം കോടതിയിൽ ചേർത്ത് പറയണം. ഞാൻ താങ്കളുടെ അവസരത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ ശിവശങ്കർ, അല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, എനിക്ക് അവസരം കിട്ടിയില്ല. അല്ലല്ല, അത് ശരിയല്ല. ഇനി വേറെ ചരിത്രം തന്നെ പറയാം. ഈ ഹാഗിയ സോഫിയയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ ഏത് ചരിത്രബോധത്തെയാണ് നിങ്ങളെ നിശബ്ദം വെച്ചുകൊണ്ടിരുന്നത്? ഹാഗിയ സോഫിയയിലെ ക്രിസ്ത്യൻ പള്ളി അത് തകർത്തുകൊണ്ട് അതൊരു മുസ്ലിം ദേവാലയമാക്കിയപ്പോൾ നിശബ്ദമത്തല്ലേ നിങ്ങൾ അതിനെയൊക്കെ വ്യാഖ്യാനിച്ചത്? നിങ്ങളൊക്കെ മിണ്ടാതിരുന്നില്ലേ?
അതുപോലെ തന്നെ ആര് തകർത്തു? ആഗിയ സോഫിയ ആര് അല്ല, ഈ വിഷയം തന്നെ മാറ്റിക്കളയാണ്. ഇല്ല, ഹഗിയ സോഫിയ വിഷയം കോടതി വിധി പ്രകാരം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹഗിയ സോഫിയ നിങ്ങൾക്ക് ഭയമാണ് അഭിലാഷ്. അല്ലല്ല, ഭയമാണ്. ഒരു ഭയവുമില്ല. എനിക്കതിനകത്ത് കൃത്യമായ പോയിന്റ് നിങ്ങൾക്ക് വോട്ടിന് ഭയമാണ്. നിങ്ങൾക്ക് ഞാൻ ഇലക്ഷനെ മത്സരിക്കാൻ പോകുന്നില്ലല്ലോ വോട്ടിനെ ഭയക്കാൻ. ഭയമാണ് അഭിലാഷ്. അതിനെതിരെ പറഞ്ഞാൽ സത്യമായി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവനെ സംഖ്യയാക്കുന്നു എന്നുള്ളതല്ലേ ഇവിടെ നിങ്ങൾക്ക് കൈവെട്ടുമോ എന്നുള്ള ഭയമാണ്, നിങ്ങൾക്ക് തല പൊട്ടുമോ എന്നുള്ള ഭയമാണ്. ചരിത്രത്തെ സത്യത്തിനോട് അടുത്ത എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരെ സംഖ്യയാക്കുന്നു. അതല്ലേ സത്യം. അതുകൊണ്ടല്ലേ ചിത്രത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടല്ലേ സത്യത്തിന്റെ അടുത്തുകൂടെ പോയപ്പോഴേക്കും ശശി തരൂരിന് അനുഭവിക്കേണ്ടി വരുന്നത്. കേരളത്തിലെ ഒരു വ്യക്തിക്ക് മതബോധം പറയുവാൻ, അവന്റെ മതത്തെ വിശ്വസിക്കുവാൻ, അവന്റെ ഇഷ്ടമുള്ള അത് ട്വീറ്റ് ചെയ്യുവാൻ അധികാരമില്ലാതാക്കുന്നു നിങ്ങൾ. അവിടെയാണ് ഇവിടെ നമുക്ക് സത്യത്തിൽ ഭരണാധികാരത്തെ ചോദ്യം ചെയ്യുന്നത്, ഭരണഘടനയെ തകർക്കുന്നത് നിങ്ങളാണ് അഭിലാഷ്. അതാണ് സത്യം. അത് ശരി, ഭരണഘടനയെ കുറിച്ച് ആരാണ് എന്താണ് പറയുന്നത്? ഞാൻ എന്തായാലും ഭരണഘടനയെ എല്ലാ തരത്തിലും ഉയർത്തിപ്പിടിക്കാൻ മാത്രമേ ഉള്ളൂ. തുർക്കിയിൽ എന്താ സംഭവിച്ചു? ഒരു വ്യക്തിക്ക് അവന്റെ മതത്തെ കുറിച്ച് പറയാൻ അധികാരമില്ലെങ്കിൽ അതൊരു മതരാഷ്ട്രമായപ്പോൾ അത് എങ്ങനെ വീണ്ടും പള്ളിയായി എന്നതിന്റെ അതേ ഉദാഹരണമാണ് ഒരു സെക്യുലർ രാഷ്ട്രമായിരുന്നത്. താങ്കളുടെ താരതമ്യം ശരിയാണ്. ഹഗിയ സോഫിയ തുർക്കിയിൽ ഒരു സെക്യുലർ ഭരണകൂടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു? പിന്നീട് എർദോഗന്റെ മതഭരണകൂടം വന്നപ്പോൾ എന്തായിരുന്നു? അതുപോലെ തന്നെയാണ് ബാബറി മസ്ജിദിന്റെ കാര്യം ഇന്ത്യയിലും. താങ്കൾ പറഞ്ഞതൊക്കെ ശരിയായ സമീകരണമാണ്. എനിക്ക് ഇക്കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. അല്ല അത് നേരത്തെ അല്ലല്ല ഒരു മിനിറ്റ് അത് നേരത്തെ പറഞ്ഞ മറ്റേ രാമൻ നായർ വീടെടുത്തല്ലേ, രാമൻ നായരുടെ അച്ഛന്റെ വീട് തകർത്തെടുത്ത കുടുംബത്തിലാണ് ഇവർ താമസിക്കുന്നത് എന്നാ പറയേണ്ടിരുന്നത്. ഒരു കണക്ക് പറഞ്ഞല്ലോ, രാമൻ നായർ എന്റെ വീട് തല്ലിക്കറിച്ചു, സുപ്രീം കോടതി വിധി വന്നു. രാമൻ നായരുടെ അച്ഛന്റെ വീട്ടിൽ വേറൊരു വിഭാഗം തല്ലിക്കരുത്തി അവരുടെ വീടുണ്ടാക്കി. അവിടെയാണ് സത്യം. അതാണ് 11 ചരിത്രപരമായി അതിന് സത്യമുള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി വിധിച്ചത്. അല്ലല്ല, സുപ്രീം കോടതി ഉത്തരവ് എനിക്ക് തർക്കിക്കാൻ സമയമില്ല. സുപ്രീം കോടതി ഉത്തരവ് പൊതുരേഖയാണ്. സുപ്രീം കോടതി ഉത്തരവ് അക്ഷരാഭ്യാസമുള്ള ആർക്കും സുപ്രീം കോടതി ഉത്തരവ് വായിക്കാം. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നത് അഭിലാഷ്.